മുനാഫിക്ക, കള്ള മുനാഫിക്കാണ്. ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദക്ക് ജീവിക്കണം. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? മഹല്ലുകൾ നശിപ്പിക്കുന്ന പണി നിർത്തിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ തങ്ങളാണ്, മൂത്താപ്പയാണെന്ന് ഞാൻ നോക്കൂല. ഇവിടെ മഹല് നശിക്കും. ഈ നിലക്കട് പോയാൽ മഹലിപ്പം തന്നെ തല്ലു തുടങ്ങി. നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ തങ്ങളല്ല, നിങ്ങൾ ഔലിയപ്പാപ്പ ഇന്നത്തെ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി നിങ്ങൾ രോമത്തിന് വില ഉണ്ടാവില്ല. നിങ്ങൾ ഈ മഹല് നശിപ്പിക്കാൻ നടക്കണം. നിങ്ങൾ പാവാണ്. നിങ്ങളെ പിന്നാലെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓരോ ലക്ഷ്യം വേറെയാണ്. നിങ്ങൾ പാവങ്ങളാണ്. പക്ഷെ നിങ്ങൾ പാവങ്ങളാന്ന് റഹ്മത്ത് നോക്കൂല. നിങ്ങൾ തങ്ങളല്ല, അതിന്റെ ഔലിയാണ്. കോജണി രോമത്തിനാണ് വില നോക്കൂല. കാരണം നിങ്ങളെ വെച്ചിട്ട് മറ്റൊരു പേര് തങ്ങളാണെങ്കിലും നിങ്ങളെ മകനെ അറക്കാൻ വരുന്ന നേരത്തെ തങ്ങൾ പാപ്പല്ലേ, തങ്ങളെ കയ്യിലല്ലേ കത്തി നിറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കൊടുക്കേണ്ടത് രണ്ട് കൊടുക്കൂലേ? പിന്നെ മാപ്പ് പറയും തങ്ങളെ അന്നത്തെ തള്ളി നിർബന്ധമായിട്ട് അവിടെ അടി നിർബന്ധമില്ല. ആ കത്തി നിങ്ങൾ കുട്ടിയെ മരിക്കൊല്ലൂലേ? നോക്കിക്കോ. സമുദായ ശരീരം കീറി മുറിക്കപ്പെടാനാണ് ചില ആളുകൾ പ്രത്യുദ്ദേശം. ഇവർ നിരപരാധികൾ. എന്താ കാരണം? ഇവർക്ക് ദുനിയാവ് എന്താന്ന് ആഖിറ എന്താന്ന് അറിയില്ല. ഇവർ വിചാരിച്ചവർക്ക് ആഖിറ, ഇവർക്ക് ചുക്കും അറിയില്ല, ഇവർക്ക് പടച്ചോനെ അറിയില്ല, ഇവർ തങ്ങളെന്നെ അള്ളാനെ അറിയില്ല, റസൂലിനെ അറിയില്ല, ദീനും അറിയില്ല. അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ അറിയുള്ളൂ. മലബാറിലെ മഹല്ലുകൾ പൊളിയാൻ പോവുകയാണ് ഈ നിരക്ക് കയറൂരി വിട്ടാൽ. ഈ ബാത്തിലിനെ കയറൂരി വിട്ടാൽ അതിൽ ഈ സാധുക്കളെ പറ്റിക്കാണ്. അവര് പാവങ്ങളെ, അവരെ ചതിക്കുക. അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ദുനിയാവിലും അറിയും, ആഖിറത്തിലും അറിയും. അതുകൊണ്ട് അതിന് കുറച്ച് ആളുകൾ, കുറച്ച് മൂല്യന്മാർ തലയിൽ കെട്ടി ഒപ്പിച്ച പറയാ. മൂല്യന്മാർക്ക് എന്താ ആവശ്യം? ഇതിനനുസരിച്ച് ഒപ്പിച്ചിട്ടുണ്ട് കുറച്ച് മൂല്യന്മാരുണ്ട്. ഓർക്ക് എന്താ ആവശ്യം? സ്ഥാനമാനം, പണം. 70,000 കിതാബ് ഫത്വ കൊടുക്കാനാണ്. ഫത്വ കൊടുക്കണോലെന്നെ കാളിയാനി. പിന്നെ 3 കാളിമാരിൽ 2 കാളി നരകത്തിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. പുറത്തു പറയണ്ട. 3 കാളിമാരിൽ 2 കാളിയും നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടാവും. കാളി നരകത്തിലാവും, കാളിന്റെ നാട്ടിലുള്ള അലിപ്പറിയാത്ത സ്വർഗത്തിലാവും. എന്റെ അതിക്ക് നീതിയില്ല. അതാ പ്രശ്നം. ഇവിടെയൊക്കെ പേച്ചതാണ്. അതൊക്കെ നേരാക്കി കൊണ്ടുവരണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മൾ അഭിമുഖീകരിക്കുക. ഈ ചിന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ജിന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പാൽ. അള്ളാഹിനെ കോടതി ചോദിക്കുക, ഈ ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്, ദീനില്ലെങ്കിൽ എന്താ അതിന് വില? ഒക്കെ നല്ല കാര്യം. ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല. അതൊന്നുമല്ല. തങ്ങളെ കാലുമത്തെ ഷൂജ് നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം. ഇതിനൊന്നും വിരോധമല്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അത് വേണം. ഇല്ലെങ്കിൽ അതിനൊന്നും ഇത്തിരി വലിയില്ല. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. എനിക്കവരോട് ഒരു വിരോധമല്ല. ലീഗിനോട്, ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവ് കൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയരെ പണി മോലിയരെടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാർ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ് കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. യാതൊരു സംശയവുമില്ല. ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല. ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ്. അതേ സമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ വഹാബിസം എന്ന സാധനത്തെ കൊണ്ടുവന്നത്, അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങളെ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്ന് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ സൗകര്യം ഇല്ലെങ്കിലോ ഒരു അടിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല.
ആദ്യത്തെ സംഘടന ഉണ്ടാക്കിയത് ആരാ? വഹാബി. നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ്. അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല. ഞാൻ അവസാനിപ്പിക്കാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു വഹബനി റബ്ബി, ഈ താരീഖ് പഠിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇവിടെ മുസ്തഫ നബിന്റെ സഹായം ഉണ്ടാവും. ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി അത് ചെയ്തത്. നിങ്ങളെ ഞാൻ പേടിക്കണമില്ല. നിങ്ങളോടൊക്കെ പെരിയപ്പ് വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല. പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവന് സമ്മതമുണ്ട്. അത് സാലിഹ്യങ്ങളാണ്, ഒരു സുന്നികളാണ്. ഇത്രേ ആവശ്യമുള്ളൂ. അതൊക്കെ ഭംഗ്യന്തരാണ്. നീ സമ്മതം ചോദിച്ചാലും ഭംഗ്യന്തരാണ്. രണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് കൊല്ലങ്ങൾ അനവധി ഞാൻ പഠിച്ചൊരു വിവരത്. ഈ വിവരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ വെളിച്ചം കാണൂല. എനിക്ക് സമാനം വേറൊരാൾ ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. ഒരു നിർബന്ധ ബാധ്യത പോലെ, നീർച്ച പോലെ ചെയ്തൊരു അമലാണ്. അതിനെല്ലാ സൗകര്യവും എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നു. അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വാലിഹ്യങ്ങളും ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാവരും രക്ഷയിക്കില്ല. അതിനുശേഷം നിങ്ങൾ വഹാബിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ സുന്നികൾ കൊണ്ട് ഒന്നും ചെയ്യേണ്ട. വഹാബികളെ പ്രൊമോട്ട് ചെയ്താൽ മതി, ചെയ്യാതിരുന്നാൽ മതി. അവർ മുസ്ലിം ഉമ്മത്തിനെ ദ്രോഹിച്ചവരാണ്. അവർ കുലദ്രോഹികളാണ്. അവർ കുലദ്രോഹികളാണടാ MLA, അവർ കുലദ്രോഹികളാണടാ MP. രാജ്യത്തിന് ഒരു ഭീഷണിയാ സലഫികൾ. അവരാരാ? ടെററിസ്റ്റുകൾ. വഹാബികൾ അവരാരാ? ടെററിസ്റ്റുകൾ. മുഹമ്മദ് അബ്ദുൽ വഹാബായ തെമ്മാടിയായ ക്രൂരനായ കള്ളനായ ടെററിസ്റ്റ് അല്ലതാരാ? പഠിക്കണ ചരിത്രം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാബിയത്തിനെ നെഞ്ചേറ്റിയാണ് സലഫി കുട്ടികളെ നടക്കുന്നെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ കാണാം. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ എന്റെ കൂട്ടത്തിലെ ചില മൗലാനമാരെ കൈകാര്യം ചെയ്യാനുണ്ട്. അത് ഇൻഷാ അള്ളാഹ് ആ പണി ഞാൻ ഭൂമിയിൽ തന്നെ ചെയ്യും. നിങ്ങളെ പണി നമുക്ക് പരലോകത്ത് നിന്ന് കാണാം. മൗലാനമാരെ ഞാൻ കൈകാര്യം ചെയ്യും ഇൻഷാ അള്ളാഹ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മൈക്കന്റെ മുന്നിൽ ഇരുന്ന പിന്നെ ഒരാൾ കൂടി ഉണ്ടാവില്ല. അത് ഞാൻ എല്ലാവരും ഉസ്താദ് എന്നൊക്കെ പറയും. മൈക്കന്റെ മുന്നിൽ ഉസ്താദ് ഉണ്ടാവില്ല, വിഷയം ഉണ്ടാവില്ല. എന്റെ റബ്ബിനിക്ക് തന്ന ഒരു മൗഹിബത്താണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഈ 24 പ്രസംഗം വഹാബിസത്തിന്റെ മിലിറ്റൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വഹാബിസം തകർത്ത ഖിലാഫത്തിനെ പറ്റി 21 പ്രസംഗമായി. ഇനി കുറച്ച് പ്രസംഗം വേറെയും വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഒരു തെറ്റുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റ് ഞാൻ തിരുത്തും. ഒരു തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉലമാക്കളിൽ അഹ്ലു സുന്നയെ നെഞ്ചോട് ചേർത്തിയ സയ്യിദുമാർ ഉലമാക്കളും ഇന്നും സമസ്തയിലുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തിരുത്തും. തിരുത്തേണ്ടി വരില്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഈ പറഞ്ഞ താരീഖ് തിരിച്ചേണ്ടി വരില്ല. അത്രയും ബലപ്പെട്ട കണ്ടന്റ് എന്റെ കയ്യിലുണ്ട്. റബ്ബന